EDUTECH ചാനലിലേക്ക് സ്വാഗതം. മൊബൈൽ ഉപയോഗിച്ച് സമഗ്രയിലെ ഒരു ടീച്ചിങ് മാനുവൽ എങ്ങനെ സെൻഡ് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മൊബൈലിലെ ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് മോസില്ല ഫയർഫോക്സ് ആണ്. നിങ്ങളുടെ മൊബൈലിലെ ഇൻ്റർനെറ്റ് ബ്രൗസർ ഏതാണോ, ഇപ്പം ഗൂഗിൾ ക്രോം അങ്ങനെ ഏതാണോ അത് പ്രസ് ചെയ്യാം. അതിൽ സെർച്ച് ഫോർ അഡ്രസ് എന്നുള്ളിടത്ത് ഞാൻ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ സമഗ്രയുടെ സൈറ്റ് കാണിക്കുന്നുണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. സൈറ്റ് അഡ്രസ്സ് അറിയുന്നവർക്ക് അഡ്രസ്സ് അടിച്ചിട്ട് കിടക്കാവുന്നതാണ്. ഇനി ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇത് പുതുതായിട്ട് യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐക്കണാണ് ഈ കാണിക്കുന്നത്. ഇത് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലോക്കിലൊന്ന് പ്രസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് കടന്നിട്ടുണ്ട്. നിങ്ങൾ സൈറ്റ് എടുത്ത് തുറക്കുന്ന പോലെ തന്നെ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് കാണിക്കുന്ന കാണാം. ഒന്ന് താഴേക്ക് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്താൽ എല്ലാ തരത്തിലുള്ള മെനു അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ടീച്ചിങ് മാനുവൽ അയക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡാഷ്ബോർഡിലുള്ള ടീച്ചേഴ്സ് പ്ലാൻ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഞാൻ ബയോളജിയിൽ നിന്ന് സെലക്ട് ചെയ്യാണ്. അതുപോലെ ചാപ്റ്റർ ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ഔട്ട്കം ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് പുറകിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഈ ഇൻറ്റു ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ആ ഭാഗം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ആ പേര് കാണിക്കുന്നുണ്ട്, ആകാര താരതമ്യ പഠനം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആ പേരിൻ്റെ നേരെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ആ പ്ലാൻ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ കസ്റ്റമൈസ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം താഴെയുള്ള സേവ് ബട്ടൺ, ഏറ്റവും താഴെയായിട്ട് സേവ് ബട്ടൺ കാണാം. ആ സേവ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ മൈ പ്ലാനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ താഴേക്കായിട്ട് കാണാം. ഇത് മൈ പ്ലാനിൽ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെൻഡ് ചെയ്യാനാണെങ്കിൽ മൈക്രോ പ്ലാൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ മൈ പ്ലാനിൽ ഇങ്ങനെ ഒരു മൈക്രോ പ്ലാൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ മൈക്രോ പ്ലാനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സാറിന് HMനെ സെൻഡ് ചെയ്യാൻ പറ്റും. ഈ പെന്നിൻ്റെ ഐക്കണിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന മൈക്രോ പ്ലാനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ റിസോഴ്സും ആഡ് ചെയ്യാം. നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് HMനെ അയക്കുന്നതെന്ന് മാത്രം കാണിക്കാം. മൈക്രോ പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന് വന്നിട്ടുണ്ട്. സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നുള്ളത് പ്രസ് ചെയ്താൽ മതി. അപ്പം മെസ്സേജ് വന്നിട്ടുണ്ട്, ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദ മൈക്രോ പ്ലാൻ ഫോർ അപ്രൂവൽ എന്നുള്ളത് ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത് HMനായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു ക്ലാസ് നമുക്ക് എടുക്കണമെങ്കിൽ, വേറൊരു ക്ലാസ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് സെലക്ട് ചെയ്യാനുള്ള ഈ ഒരു മെനു വരുന്നതാണ്. ഇതിലൂടെ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ചെയ്താൽ അടുത്ത ക്ലാസ്സിൻ്റെ ഇതും അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.